വനംവകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും ക്രൈസ്തവ സഭ. ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയിൽ ദീപികയിൽ എഴുതിയ ലേഖനത്തിലാണ് വിമർശനം. അതിനിടെ ഇടുക്കി മൂന്നാറിൽ കാട്ടാന പടയപ്പ വഴിയോരക്കട ആക്രമിച്ചു. വയനാട് തലപ്പുഴയിൽ വീണ്ടും കടുവയിറങ്ങി. മനുഷ്യജീവനും സ്വത്തിനും അർഹിക്കുന്ന പരിഗണന നൽകാത്ത ഭരണകൂടത്തെ ജനകീയമെന്നോ ജനാധിപത്യമെന്നോ വിളിക്കാനാകില്ലെന്ന് ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയലിന്റെ വിമർശനം. വന്യജീവി ആക്രമണം തടയാൻ വനമന്ത്രി ഒന്നും ചെയ്യുന്നില്ലെന്നും വനംവകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നും ദീപികയിൽ എഴുതിയ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു. അതിനിടെ മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ഗ്രഹംസ് ലാൻഡിന് സമീപമാണ് പടയപ്പ വീണ്ടും ഇറങ്ങി 1 മണിക്കൂറോളം റോഡിൽ നിലയുറപ്പിച്ചത്. പടയപ്പ വഴിയോരക്കട തകർത്തു. RRT എത്തി ആനയെ തുരത്തി. വയനാട് തലപ്പുഴയിൽ കടുവയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജിന് സമീപമാണ് കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. പാലക്കാട് കൈപ്പുറത്ത് പുലിയെ കണ്ടതായി പരാതിയുയർന്നതിനെ തുടർന്ന് വനംവകുപ്പ് പരിശോധന നടത്തി. എന്നാൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന ഒരു സൂചനയും കണ്ടെത്താനായിട്ടില്ലെന്ന് വനംവകുപ്പ് അറിയിച്ചു. 24 ഇടുക്കി.